കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വരവിന് മുമ്പായിട്ട് നമ്മളെ ഒരുക്കുവാനായിട്ടുള്ള ദൈവവചനം നമ്മൾ കേട്ടത്. യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അത് മാത്രമല്ല, നമ്മളുടെ മരണം എപ്പോഴാണ് വരുന്നത് നമുക്ക് അറിയത്തില്ല. നമ്മുടെ പ്രിയപ്പെട്ട സാംബ്രദറിന്റെ കാര്യം, കോയമ്പത്തൂരിലെ സാംബ്രദറിന്റെ കാര്യം നമുക്കറിയാം. എത്ര പെട്ടെന്ന് ഇന്ന് മരണം. ഇവൻ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു വയസ്സിൽ നിന്നവരെ ഞാൻ ആരും പേടിപ്പിക്കാൻ വേണ്ടി പറയുമല്ലോ, പക്ഷെ എങ്കിലും അത് ദൈവവചനം പറയുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ അതിന്റെ മുന്നറിയിപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാനാ കണക്ക് കൊടുക്കേണ്ടി വരുന്നത്. എന്നുവെച്ചാൽ നമ്മളുടെ മരണം എപ്പോ വേണമെങ്കിലും വരാം. കർത്താവിന്റെ വരവ് ഏത് സമയത്തും വരാം. നമ്മളുടെ മരണം ഏത് സമയത്തും വരാം. നമ്മൾ ചെറുപ്പക്കാരാ, കുഞ്ഞുങ്ങളാ എന്നൊന്നും പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല. എന്നാൽ എപ്പോഴാ പെട്ടെന്ന് കർത്താവിന് മുമ്പാകെ നമ്മുടെ ജീവിതത്തിന് കണക്ക് കൊടുക്കുക. ഇന്നലെ ഞങ്ങള് ഫാമിലി പ്രയറില് ഞങ്ങളിങ്ങനെ ഫാമിലി പ്രയറിൽ ഞങ്ങളെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഞങ്ങൾ മത്തായിയുടെ സുവിശേഷം ഇങ്ങനെ ബാക്കിയായിട്ട് വായിച്ചപ്പോൾ മത്തായി 25 മത്തായി 25 ആ താലന്തുകളുടെ ഉപമയൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞു. അപ്പൊ കണക്ക് കൊടുക്കാനായിട്ട്, കണക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് യജമാനൻ വരുന്ന ആ ഒരു ഉപമ മത്തായി 25:14 മുതലുള്ള വാക്യങ്ങളായിരുന്നു ഇന്നലത്തെ ആ ഒരു പോർഷൻ. അതിന് തൊട്ട് തലേ ദിവസം ഞാൻ ഈനോ 10 കന്യകമാരുടെ ഉപമയൊക്കെ വായിച്ചു. അപ്പം നമുക്ക് ദൈവത്തിന് മുമ്പായിട്ട് എല്ലാവരും എന്നെ ഒന്ന് നോക്കണം. അതെ, ദൈവത്തിന് മുമ്പായിട്ട് കണക്ക് കൊടുക്കാനായിട്ട് ഒരു ദിവസം നിൽക്കേണ്ടി വരും. ആ വാക്യം അത് അവിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ? അല്ല. നമ്മള് റോമർ 12 അധ്യായത്തിന്റെ റോമർ 14 അധ്യായത്തിന്റെ റോമർ 14 അധ്യായത്തില് അവിടെ നമ്മള് വായിക്കുന്ന ആ ഒരു വാക്യം എന്താ? എല്ലാവർക്കും ദൈവമുമ്പാകെ നമുക്ക് കണക്ക് കൊടുക്കേണ്ടതിനായിട്ട്, ടു ഗിവ് എൻ അക്കൗണ്ട് ഓഫ് എ ലൈഫ്. 12-ാമത്തെ വാക്യം, റോമർ 14:12. ഞാൻ പറയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ആ വാക്യങ്ങൾ എടുക്കുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും ആ അതെ. ആകയാലും നമ്മൾ ഓരോരുത്തർ, നിങ്ങളിൽ ഓരോരുത്തരെന്നാണ് പറയുന്നത്. പൗലോസ് തന്നെയും കൂടെ ഉൾപ്പെടുത്തി, നമ്മൾ ഓരോരുത്തർ പെട്ടെന്ന് നമുക്ക് കർത്താവിന് മുമ്പ് നമ്മളുടെ ജീവിതം അങ്ങ് അവസാനിച്ചു. അപ്പൊ ഈ കുറച്ച് മുമ്പേക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഈ വചനം പറയുമ്പോൾ പെട്ടെന്ന് ഇപ്പൊ ഞാൻ എന്റെ ഉദാഹരണം തന്നെ പറയും. ഞാനിപ്പോ പെട്ടെന്ന് അങ്ങ് ഒരു അറ്റാക്ക് വന്ന് ഞാൻ അങ്ങ് മരിച്ചോണ്ടിരിക്കട്ടെ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഒരു സഹോദരൻ അങ്ങനെ ഒന്ന് പറയാം, മീറ്റിംഗ് കഴിഞ്ഞിട്ട് അങ്ങനെ പറയാം. അപ്പൊ ഈവൻ ഈ ഇടയ്ക്ക് അമ്മയെ എന്റെ ഈ സന്ദേശം കേൾക്കുമ്പോ അമ്മയും പറഞ്ഞു, എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, ഈ അറമ്പറ്റ് പോകുക എന്നൊക്കെ ആൾക്കാർക്ക് പേടിയുണ്ട്. ഞാൻ പറയും അങ്ങനൊന്നും ഇല്ല. വെച്ചാൽ നമ്മളെ കഴിഞ്ഞ ദിവസം ജോജുബാറിന്റെ ഒരു പൂർണ്ണ സമർപ്പണം എന്ന് പറഞ്ഞൊരു പ്രസംഗം കേൾക്കുമായിരുന്നു. വേറെ കഴിഞ്ഞ ആഴ്ച മറ്റൊക്കെ കോട്ടയത്ത് സംസാരിച്ചപ്പോൾ ഞാൻ മൊത്തം കേട്ട് തീർന്നില്ല. അതിന്റെ ആദ്യത്തെ ഇതിൽ തന്നെ ബ്രദർ, നമ്മൾ ജീവിച്ചാലും മരിച്ചാലും അതും ബ്രദർ ഈ ഒരു വാക്യത്തിൽ തന്നെ ഈ 14-ന്റെ തൊട്ട് മുമ്പ് 8-ാമത്തെ വാക്യം, ജീവിക്കുന്നുവെങ്കിൽ, ഇപ്പൊ നമ്മൾ 14-ലാണല്ലോ ഉള്ളത്. റോമർ 14-ന്റെ 8-ാമത്തെ വാക്യം, ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനെ ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ നമ്മൾ ആർക്കായിട്ടാ മരിക്കുന്നേ? കർത്താവിനായിട്ടാ മരിക്കുന്നത്. നമ്മുടെ ജീവിതവും മരണവും ഒക്കെ നമ്മളങ്ങ് കർത്താവിനങ്ങ് ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അത്ര സ്വസ്ഥതയാണ്. അപ്പൊ മരണത്തെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ദൈവം മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ആരുടെ കയ്യില്ല? നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലാണ് ഉള്ളതെന്ന് നമ്മള് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഐ ഹാവ് ദ കീസ് ഓഫ് ദ ഡെത്ത് ആൻഡ് ദ ഹേഡീസ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കർത്താവാണ്. കർത്താവ് അനുവദിക്കാതെ, അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പേടിക്കാനോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഒരുങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ഒരുക്കം, നമ്മള് കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കാം, നിങ്ങള് ടീനേജ് കുഞ്ഞുങ്ങളായിരിക്കാം, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളായിരിക്കാം, വളർന്നു വരുന്ന ചെറുപ്പക്കാരായിരിക്കാം, മധ്യവയസ്കരായിരിക്കാം, വന്യവയോധികരായിരിക്കാം. നമ്മള് കർത്താവിന് മുമ്പാകെ കണക്ക് കൊടുക്കാനായിട്ട് നിൽക്കുമ്പോൾ എന്താ നമ്മളുടെ, നമുക്ക് ഈ ലോകത്ത് നമ്മളുടെ സ്ഥാനം എന്തായിരുന്നു? നമ്മളെ ആൾക്കാര് നമ്മളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? നമ്മളെ എൽഡേഴ്സ് നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞെന്നോ, ഈ ലോകക്കാർ നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞെന്നോ, നമ്മുടെ ഡിഗ്രിയോ പദവിയോ വിദ്യാഭ്യാസമോ ഒന്നും അവിടെ ഇല്ല. ചിലപ്പോ ഈ ഏതോ ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ICU, ICU, ICU എന്ന് പറയുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, കണ്ണാടിക്കൂട്ടില് ആവുന്ന സമയം. അപ്പൊ അത് ശരിക്കും ICU. ഞാൻ ഞാന് നിന്നെ കാണുന്ന ആ ഒരു രീതിയിൽ ഏതോ അത് ക്രിസ്ത്യൻ പോസ്റ്റ് അല്ല, പക്ഷെ എങ്കിലും അതിനകത്ത് കുറച്ച് യാഥാർത്ഥ്യങ്ങളൊക്കെ. ICUലായിരിക്കുമ്പോ മതമോ ജാതിയോ നമ്മൾ ഇന്ന ഇത്ര വലിയ ഡോക്ടറാണെന്നോ ഒന്നുമില്ല അവിടെ. എന്ത് എല്ലാം ഇങ്ങനെ എല്ലാം കുറെ ഇങ്ങനെ വെന്റിലേറ്ററിന്റെയൊക്കെ ശബ്ദങ്ങള് അത് ഇതൊക്കെ എല്ലാം അതിന്റെ ചിലപ്പോൾ നമ്മുടെ അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ പെട്ടെന്ന് മരിച്ച് അവര് ബെഡ് മാറുന്നു, പിന്നെ കൊണ്ടുവരുന്നു. നഴ്സിംഗ് ഫീൽഡിലും മെഡിക്കൽ ഫീൽഡിലും ഒക്കെ ഉള്ളവർക്കൊക്കെ അറിയാം. അല്ലാതെ നമ്മളൊക്കെ ICU സന്ദർശിച്ചിട്ടുള്ളവർക്ക് നമുക്ക് അറിയാം. ഞാൻ പറഞ്ഞ വെച്ചാല് നമ്മളെല്ലാവരും അപ്പം പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ വന്ന്
നമ്മളുടെ ജീവിതം പെട്ടെന്ന് ഈ കായൊക്കെ ചുരുട്ടി അങ്ങ് പോകാന്ന് പറയുന്നത് പോലെ പെട്ടെന്ന് അങ്ങനെ ഒരു സമയം വരുമ്പോൾ നമ്മളെപ്പോഴും ആ ഒരു ഒരുക്കം, അത് കർത്താവ് ആ ഈവൻ ഞങ്ങളെ ഈ കുടുംബപ്രാർത്ഥന മത്തായി 24 25 വായിക്കുമ്പോഴും ആ നാളും നാഴികയോ അറിയാത്തത് കൊണ്ട് ഒരുങ്ങിയിരിക്കും. പിന്നെയും പിന്നെയും കർത്താവ് പറയും, മത്തായി 24 പറയുന്നുണ്ട്, പിന്നെയും കർത്താവ് പറയുന്നുണ്ട്, 25 പറയുന്നുണ്ട്. ആ നാളും നാഴികയും അത് ഏത് നാളിലാ കർത്താവ് വരുന്നേ? നമുക്ക് ആ വാക്യം എടുക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കറിയാം. അല്ലെങ്കിൽ പെട്ടെന്ന് ആ മത്തായി 24 25 വീണ്ടും കർത്താവ് റിപ്പീറ്റഡ് ആയിട്ട് കർത്താവ് അവസാന കാലത്തെക്കുറിച്ച് ആ, പറയുമ്പം ആ, പറയുന്നൊരു കാര്യമാണ്, ആ ആകാശവും ഭൂമിയൊക്കെ ഒഴിഞ്ഞു പോയാലും ഞാൻ പറയുന്ന വാക്യം അത് എവിടെ പറയുന്നത്? മത്തായി 24 35 ആ പറയുന്നത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും കർത്താവിന്റെ വചനങ്ങളിൽ ഒഴിഞ്ഞു പോകത്തില്ല എന്ന് പറയുന്നത് എവിടെ കണ്ടോ? മത്തായി 24 35. അതിന്റെ തൊട്ട് താഴെ കർത്താവ് പറയുക, ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ല, കർത്താവ് ഭൂമിയിലായിരുന്നു, കർത്താവിന് പോലും അറിയത്തില്ലായിരുന്നു, ഇപ്പൊ കർത്താവിന് അറിയാം. എന്നാൽ അന്ന് കർത്താവ് ഒരു ഫൈനൈറ്റ് മനുഷ്യനായിട്ട്, ഒരു മനുഷ്യനായിട്ട്, മനുഷ്യന്റെ പരിമിതിയോടെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിന് പോലും അറിയത്തില്ലായിരുന്നു, പിതാവ് മാത്രമല്ലാതെ ദൂതന്മാർക്കും ഒന്നും അറിയത്തില്ല, സ്വർഗ്ഗത്തിലെ ദൂതന്മാർക്കും പുത്രനും കൂടെ ഒന്നും അറിയുന്നില്ല ആ നാളും നാഴികയും ഏത് ദിവസമാണ് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തും നമുക്കറിയാം. അല്ലെങ്കിൽ ഇവൻ നമ്മുടെ മരണത്തിന്റെ ദിനം എന്നുള്ള കാര്യമാണെങ്കിലും ആ നാളെ ഏതാണെന്ന് അറിയാം, നാളെ ഏതാണെന്ന് നമുക്കറിയില്ല, കർത്താവ് വരവ് ഏറ്റവും അടുത്തും നമുക്കറിയുന്ന ഏത് എക്സാക്ട് ഏത് ഡേയിലായിരിക്കും, ഏത് സമയത്തായിരിക്കും, രാവിലെയാണോ പകലാണോ കർത്താവ് വരുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ രാവിലെ വന്ന അമേരിക്കയിൽ പകലായിരിക്കും വരുന്നത്, അല്ല ഇവിടെ രാവിലെ വന്ന അമേരിക്കയിൽ രാത്രിയിലായിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് രാവിലെയാണ് പകലാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല. എന്നുവെച്ചാൽ ഭൂമിയുടെ ഏഹ്, ആ നാളും നാഴികയും ആർക്കും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഈവൻ 25-ാം അധ്യായത്തിൽ കർത്താവ് ആ ഉപമ പറഞ്ഞു, 10 കന്യകമാരുടെ ഉപമ പറഞ്ഞതിന് ശേഷവും കർത്താവ് എന്താ പറയുന്നത്? 12 വരെ മത്തായി 25 ആദ്യത്തെ 12 വാക്യങ്ങൾ ആ ഉപമ, അതിന് തൊട്ട് അവസാനം അതിന്റെ ഗുണപാഠം. നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട് ഇവർക്ക്. അപ്പം സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞിട്ട് ദ മോറൽ ഓഫ് ദി സ്റ്റോറി ഈസ് എന്ന് പറഞ്ഞ് അവര് പറഞ്ഞു, ഈ കർത്താവ് പറഞ്ഞിട്ട് ഉപമ പറഞ്ഞിട്ട് മോറൽ ഓഫ് ദി സ്റ്റോറി, കഥയുടെ ഗുണപാഠം 13-ാമത്തെ വാക്യം വായിച്ചു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിക്കുകയും. അപ്പൊ നമ്മള് കർത്താവിന്റെ വരവിന്റെ മുമ്പാകെ നമ്മളൊരു കണക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ അതിന്റെ തൊട്ട് താഴെ കണക്ക് സെറ്റിൽ ചെയ്യാനെന്നുള്ള ഒരു ഇന്നലെ ഞാൻ പിന്നെ ഞങ്ങള് നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ഇങ്ങനെ അച്ഛനൊരു വാക്യം വായിക്കും, പിന്നെ അമ്മയൊരു വാക്യം വായിക്കും, പിന്നെ അർപ്പിത ജോസിന്റെ പ്രാർത്ഥന ഓരോരുത്തരുടെ വാക്യം വായിക്കും, പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വാക്യം ഇങ്ങനെ വായിച്ച് വായിച്ച് ഇങ്ങനെ പോകും. അപ്പം ഈ ഒരു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവസാനം ഇങ്ങനെ പറഞ്ഞ് അതിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കമായിട്ട് അതിന്റെ ഓരോ വാക്യം വായിക്കുമ്പോൾ അതിന്റെ ചുരുക്കമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് പ്രാർത്ഥിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ പറയുന്നത് ഇതുണ്ട്, എന്താ കർത്താവ് കണക്ക് ചോദിക്കാനായിട്ട് വരുന്നു എന്നൊരു കാര്യം. അതാ നമ്മളതിന്റെ 19-ാമത്തെ വാക്യം, മത്തായി 25-19. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു, സെറ്റിൽഡ് അക്കൗണ്ട്സ് വിത്ത് ദം. അപ്പൊ ആ കണക്ക് കൊടുക്കുന്ന കാര്യം നമ്മളിപ്പോ എവിടെ വായിച്ച്, എവിടെ ഇപ്പൊ ആദ്യം വായിച്ച റോമർ 14-12 നമ്മൾ വായിച്ചു. അപ്പൊ അന്ന് നമ്മളുടെ പദവിയോ പത്രാസോ ഒന്നും ഇല്ലാതെ നമ്മളായിരിക്കും, നമ്മൾ അന്ന് ആരുടെ റെക്കമെൻഡേഷൻ ലെറ്ററോ, അയ്യോ ഇത് നല്ലൊരു ബ്രദറാണ്, ഇത് നല്ലൊരു സഹോദരിയാണ് എന്ന് CFC സാക് ബ്രദറിന്റെ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററോ അല്ലെങ്കിൽ വേറെ നമ്മുടെ ചർച്ചിലെ എൽഡേഴ്സിന്റെ റെക്കമെൻഡേഷൻ ലെറ്ററോ ഒന്നും അവിടെ വില പോകത്തില്ല. നമ്മൾ ദൈവഭാഗം നമ്മളായിരിക്കുന്ന അവസ്ഥയിലേക്ക് ചെന്ന് നിൽക്കുക. അന്ന് കർത്താവിന്റെ ആ സ്നേഹം നിറഞ്ഞ കണ്ണുകൾ നമ്മൾ നോക്കുമ്പോൾ അന്ന് നമ്മൾ ലജ്ജിച്ചു പോകാൻ ഇടവരുമോ? കർത്താവേ, അതിന് തക്കവണ്ണം ഇന്ന് എനിക്ക് ജീവിക്കണം. അതാണ് നമ്മളിന്ന് കേട്ടത്. ലോകത്തിന് കറപെടാതെ, ലോകം ജഡം പിശാച് എന്നൊരു തൃത്വമുണ്ട്. ദൈവം തൃത്വമാണെന്ന് നമുക്കറിയാം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. നമ്മളിൽ ഒരു തൃത്വമുണ്ട്, ആത്മാവ് ദേഹി ദേഹം. പിന്നെ നമ്മുടെ ശത്രുപക്ഷം ഒരു തൃത്വമാണ്. ഈ അവസാനം സാത്താനും എതിർ ക്രിസ്തുവും കള്ളപ്രവാചകൻ ഒരു തൃത്വമായിട്ട് വരും. എന്നാൽ ശത്രുപക്ഷത്ത് ഇപ്പൊ നമ്മളുടെ പോരാട്ടമുള്ള ആ ഒരു തൃത്വം നമ്മൾ എഫേസ്യർ 2-ാം അധ്യായത്തിൽ ആ തൃത്വത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. അപ്പൊ ഈ ലോകം ജഡം പിശാച് നമ്മൾ സാധാരണ പറയും, അത് വചനത്തിൽ ഇവിടെ പറഞ്ഞത് വരെ ലോകം ജഡം പിശാച്, ലോകം ജഡം പിശാച് വേറെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, വചനത്തിൽ ഇവിടെ നിന്ന് കാണിച്ച എന്ന് പറഞ്ഞ ഇവിടെ എഫേസ്യർ 2-ാം അധ്യായത്തില് ഈ തൃത്വം നമ്മൾ കാണുന്നുണ്ട്. നമ്മള് മരിച്ചവരായിരുന്നു എന്നൊക്കെ പറയുന്ന, നമ്മുടെ അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായിരുന്നു എന്നൊക്കെ നമ്മൾ എപ്പോഴും ആ 1-ാമത്തെ വാക്യം പറയാറുണ്ട്. ആ 2-3 വാക്യം വായിച്ച ഈ 3 കാര്യങ്ങൾ അവിടെ കാണാൻ വെക്കും. കണ്ടോ? എഫേസ്യർ 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതി, അപ്പൊ ലോകം വന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പറയുക, കാലഗതിയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണകളുടെ മകളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയുമായവനെയും. ആ അധിപതി ആരാ? പ്രിൻസ് ഓഫ് ദ എയർ, പിശാച്. അപ്പൊ ലോകം, പിശാച്, പിന്നെ ജഡം. അതാ 3-ാമത്തെ വാക്യത്തില്, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും. അപ്പൊ ഈ ലോകത്തിനൊരു അധിപതി പിശാച് നിയന്ത്രിക്കുന്ന ഒരു ലോക വ്യവസ്ഥ. ആ ലോകവ്യവസ്ഥയിലുള്ള മോഹങ്ങൾ, ലോകത്തിലുള്ള മോഹങ്ങൾ എന്തൊക്കെയാ? കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. 1 യോഹന്നാൻ 2:16 നമ്മൾ
ഉറക്കത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചാൽ നമ്മൾ CFC മക്കൾ പറയും. നമ്മളെപ്പോഴും ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്താ? കൺമോഹൻ ജഡമോഹൻ ജീവിതത്തിന്റെ പ്രധാനം. 1 യോഹന്നാൻ 2:16. അപ്പൊ ആ ലോകത്തിലുള്ളതാണ് ഈ കൺമോഹൻ ജഡമോഹൻ ജീവിതത്തിന്റെ പ്രധാനം. അപ്പൊ അതിന്റെ തക്കവണ്ണമുള്ള മോഹങ്ങളാണ് നമ്മളിലും ഉള്ളത്, ജഡമോഹങ്ങൾ. നമ്മളുടെ അതാ ലോകം, ആ ലോകത്തിന്റെ അധിപതിയായിട്ടുള്ള ഒരു പിശാച്. പിശാച് ചരട് വലിക്കും ഈ ലോക വ്യവസ്ഥയെ. അപ്പൊ അതിന് തക്കവണ്ണമുള്ള മോഹങ്ങള് ആ ശത്രുപക്ഷത്തുള്ള ഒരാൾ നമ്മളുടെ ഉള്ളിലുണ്ട്. അതാണ് നമ്മുടെ ജഡം, നമ്മുടെ സ്വന്തം ഇഷ്ടം. അപ്പൊ ഈ ലോകത്താൽ നമ്മൾ കറപെടാതിരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പം യാക്കോബ് 1-ാം അധ്യായത്തിന് 27-ാമത്തെ വാക്യം നമ്മൾ ആദ്യം വായിച്ചു. അപ്പം യഥാർത്ഥത്തിലുള്ള പ്യൂർ ആൻഡ് അൺഡിഫൈൽഡ് റിലീജിയൻ, യഥാർത്ഥത്തിലുള്ള ദൈവഭക്തി എന്താണെന്നാണ് നമ്മൾ ആ വാക്യം ഒന്നുകൂടെ എടുക്കുവാണെങ്കിൽ അവിടെ നമ്മളുടെ പുറമേ ഉള്ള ഒരു സാക്ഷ്യമുണ്ട്, പുറമേ ഉള്ള ആ ഒരു ക്രിസ്തു സദൃശമായ ഒരു ജീവിതമുണ്ട്. എന്നാൽ അകമേ കറപെടാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നമ്മളിവിടെ വായിച്ച് യാക്കോബിന്റെ 1-ാമത്തെ ലേഖനം, യാക്കോബിന്റെ 1-ാമത്തെ അധ്യായം. യാക്കോബിന് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. യാക്കോബ് 1-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം: പിതാവായ ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ, പ്യുവർ ആൻഡ് അൺഡിഫൈൻഡ് റിലീജിയൻ. യഥാർത്ഥത്തിൽ ശുദ്ധവും നിർമ്മലവുമായിട്ടുള്ള ഭക്തി എന്താണെന്ന് ചോദിച്ചാൽ അനാഥരെയും വിധവന്മാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും എന്ന് പറഞ്ഞാല് യേശുവിനെ പോലുള്ള ഒരു പുറമേ ഉള്ളൊരു ജീവിതം, വളരെ സ്നേഹത്തോടെ കരുണയോടെ നമ്മളെ കർത്താവിനെ പോലെ നമ്മള് സൽപ്രവൃത്തികളൊക്കെ ചെയ്ത് കർത്താവ് നന്മ പ്രവർത്തിച്ചുകൊണ്ട് നടന്നു എന്നൊക്കെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 10:38 വായിക്കുന്ന പോലെ അത് സൽപ്രവൃത്തികൾ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ഔട്ടർ ലൈഫ് ഉണ്ട്. പക്ഷേ അതുകൊണ്ട് അത് വെറുതെ ഒരു പുറംപൂച്ച് അല്ലെങ്കിൽ ഒരു പുറംമൂടി, മുഖംമൂടി ആയി പോകാൻ സാധ്യതയുണ്ട്. വെറുതെ ഒത്തിരി നല്ല പ്രവൃത്തികളൊക്കെ നമ്മളെക്കാട്ടി വലിയ ചാരിറ്റബിൾ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എത്ര പേരുണ്ട്. എന്നാൽ അതിന്റെ ഉള്ളാലെ ഉള്ള ഒരു കാര്യം അത് ബഹിർഗമിച്ച് അത് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയാല് അത് ശുദ്ധവും നിർമ്മലവുമായിട്ടുള്ള ഭക്തിയായിട്ട് മാറുന്നുണ്ട്. അനാഥരെയും വിധവമാരെ, ശരിയാണ്, അതായത് നമ്മൾ ലിറ്ററൽ ആയിട്ടുള്ള അനാഥരെയും വിധവമാരെ കണ്ടെത്തുന്നതല്ല. യഥാർത്ഥത്തിൽ ആവശ്യത്തിലുള്ളവരെ, പ്രയാസത്തിലുള്ളവരെ, ദുഃഖത്തിലുള്ളവരെ, അത് അനാഥരാകാം, വിധവന്മാരാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസത്തിന്റെ ചിലപ്പം മാനസികമായിട്ടുള്ള പ്രയാസമായിരിക്കും, ചിലപ്പം സാമ്പത്തികമായിട്ടുള്ള പ്രയാസമായിരിക്കും, ചിലപ്പം വേറെ പലതരത്തിലുള്ള പ്രയാസം ദുഃഖത്തിലൊക്കെ ഉള്ളവരെ നമ്മൾ ആ ഒരു സ്നേഹത്തോടെ, എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്, സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിക്കുകയും കർത്താവിനെ പോലെ നമ്മൾ കരുണയോടെ പെരുമാറുകയും അവർ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന സൽപ്രവൃത്തികളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നല്ല കാര്യം തന്നെ. പക്ഷെ അത് മാത്രം പുറമെ അത് മാത്രം ചെയ്തുകൊണ്ട് അകമേ ഈ ലോകത്തിന്റെ ഞാൻ ഒരു രാജാവായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് പുറമെ ഇതൊക്കെ ചെയ്യുന്നവരുണ്ട്. അത് ശുദ്ധവും നിർമ്മലമായിട്ടുള്ള ഭക്തിയല്ല, മറിച്ച് അശുദ്ധവും വളരെ അഴുക്ക് നിറഞ്ഞ ഭക്തിയാണ്. അത് ദൈവമുമ്പാകെ സ്വീകാര്യ, അത് കറപുരണ്ട തുണികൾ പോലെ ഉള്ളൂ. ഈ ഇവിടെ അകമേ ഉള്ളൊരു കാര്യം ഉണ്ടായിട്ട് അതിന്റെ കൂടെ പുറമേ ആയിട്ട് അത് നിറഞ്ഞു കവിഞ്ഞാലേ അത് എന്താ മണവാട്ടിയുടെ കല്യാണ വസ്ത്രം ആവത്തുള്ളൂ. മണവാട്ടിയുടെ കല്യാണ വസ്ത്രം അവളുടെ നീതിവേലകൾ എന്ന് പാട്ടുകാരനെ എഴുതി പിടിപ്പിച്ചതാണോ? അല്ല. എവിടാ? നമ്മൾ വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ അത് വായിക്കുന്നുണ്ട്. റൈറ്റ്സസ് ആക്ട്സ് ഓഫ് ദ സെയിന്റ്സ്, വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ, അതായത് ഇത് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന സൽപ്രവർത്തികൾ, അത് നമ്മള് കർത്താവിന്റെ ശക്തിയാല്, കർത്താവിൽ നിന്ന് ആലോചന കേട്ട് കർത്താവിന്റെ ശക്തിയാൽ കർത്താവിന്റെ നാമോദത്തിന് വേണ്ടി ചെയ്യുന്നതാണ് കല്യാണ വസ്ത്രമായി തീരുന്നത്. അപ്പൊ ആ കല്യാണ വസ്ത്രം ആയിത്തീരുന്ന നല്ല പ്രവൃത്തികളൊക്കെ വേണം. എന്നാൽ അതിന്റെ ഉള്ളിൽ എന്തും കൂടെ വേണമെന്ന് നമ്മൾ വായിക്കുന്നത്, ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തു കൊള്ളുന്നതുമാകുന്നു. അപ്പൊ ആ ഒരു ലോകത്തിൽ നിന്നുള്ള നമ്മളുടെ ശത്രുപക്ഷത്ത് ആരൊക്കെയുള്ള പിശാചുണ്ട്. പിശാച് ഈ ലോക വ്യവസ്ഥയെ ഇങ്ങനെ നിയന്ത്രിക്കുവാണ്. കൺമോഹൻ ജഡമോഹൻ ജീവിതത്തിന്റെ പ്രതാപം എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നമ്മളിപ്പോഴും പറയാറുണ്ട്, MHP, മണി ഓണർ പ്ലഷേഴ്സ് എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അതാ കൺമോഹം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം വേണമെന്ന് തോന്നുന്ന കൺമോഹം. ജഡമോഹം അതാ പ്ലഷേഴ്സ്, സുഖ സൗകര്യങ്ങള്, ആ ഒരു ജഡമോഹങ്ങൾ, സുഖ സൗകര്യങ്ങൾ എന്നുള്ളത് മാത്രമല്ല, ജഡമോഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ലൈംഗികതയായാലും ഭക്ഷണവും ഉറക്കവും ഒക്കെ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് അതീതമായിട്ട് പോകുമ്പോൾ അതാണ് ജഡമോഹങ്ങൾ. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, അതാ മണി ഓണർ പ്ലഷേഴ്സ്, ആ ഒരു മനുഷ്യമാനം. ആ മനുഷ്യമാനം, അതായത് ആ ലോകത്തിന്റെ സുഹൃത്താവാൻ, ലോകത്തിന്റെ സ്നേഹിതനാവാൻ ഇച്ഛിക്കുന്നവൻ ദൈവത്തിന്റെ ശത്രുവാകുന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തില് ഈ ഒരു ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം ഉള്ള കാര്യമെന്ന് നമ്മുടെ ഇവിടെ വായിച്ച യാക്കോബ് 1:27 നമ്മൾ വായിച്ച ആ ഒരു ലോകത്തിന്റെ ഒരു കളങ്കം നമ്മൾ ഇന്നിവിടെ കർത്തൃമേശയ്ക്ക് മുമ്പായിട്ട് നമ്മെ തന്നെ ദൈവമുമ്പാകെ ശോധന ചെയ്യാനായിട്ട് നമ്മൾ ആയിരിക്കുമ്പോൾ, ദൈവത്തിന്റെ വെളിച്ചത്തിന് മുമ്പായിട്ട് നമ്മൾ വരുമ്പോൾ നമ്മുടെ ഈ മണവാട്ടി വസ്ത്രത്തില്
കുറച്ച് കറയും കളങ്കവും ഒക്കെ എവിടെങ്കിലും ഒക്കെ ഇരിക്കുന്നത് ദൈവം നമുക്ക് കാണിച്ചു തരുന്നുണ്ടോ? ലോകത്തിന്റെ ഒരു സ്നേഹിതനാകാൻ ലോകത്തിലെ ചില ആൾക്കാര്, ലോകത്തിലെ ചില ബന്ധുമിത്രാദികളാകാം. ആ, അല്ലെങ്കിൽ ഈവൻ ക്രിസ്തീയ ലോകത്തില് തന്നെ ബാക്കി നമ്മുടെ കൂട്ടു സഹോദരങ്ങളിൽ നിന്നുള്ളൊരു മാനം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓ, അവരെന്നെ മാനിക്കണം, അവരെന്നെ കുറിച്ച് എനിക്ക് നല്ല കാര്യങ്ങൾ പറയണം, അവർക്ക് എനിക്ക് ഇന്ന കാര്യങ്ങൾ, ഇന്ന അവസരങ്ങൾ തരണം. അങ്ങനെയൊക്കെയുള്ള ക്രിസ്തീയ ലോകത്തു നിന്നുള്ള മാനമാകാം. പക്ഷെ മനുഷ്യമാനം അതിപ്പം ലോകക്കാരായിട്ടുള്ള ആൾക്കാരിൽ നിന്നുള്ള മാനമാകാം. ചിലപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ചുകൂടെ താണ്ടിഞ്ഞ് വന്നിട്ടുണ്ടാകും. പക്ഷെ ക്രിസ്തീയ ലോകത്തെ കൂട്ടു സഹോദരങ്ങൾ നമ്മൾ ചർച്ചിലോ നമ്മളെല്ലാവരും എനിക്ക് ആ ഒരു പ്രാമുഖ്യം വേണം, എനിക്കൊരു പ്രാധാന്യം വേണം, എല്ലാവരും എന്നെ ഇങ്ങനെ മാനിക്കണം, എനിക്ക് ഇന്ന അവസരങ്ങൾ തരണം. ഒക്കെ ആ ഒരു മനുഷ്യമാനം, ഞാൻ തന്നെ എന്നെ തന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അങ്ങനെ ആ ഒരു കളങ്കം, നമ്മളുടെ മണവാട്ടി വസ്ത്രം കർത്താവ് വരുമ്പോ നമ്മൾ ഈ വസ്ത്രമൊന്നും ഇല്ലാതെ യുനോ ആയിരിക്കാൻ ഇടവരുത് എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. എവിടെ? വെളിപാട് 16 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ വസ്ത്രം സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. വെളിപാട് 16 അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. അവിടെ ആ, ദൈവത്തിന്റെ ക്രോധകലശങ്ങളൊക്കെ നിറഞ്ഞൊഴിക്കുന്ന വയൽസ് ഓഫ് ബ്രാത്ത്, ക്രോധകലശങ്ങളൊക്കെ അവിടെ പോർ ഔട്ട് ഒഴിക്കുവാണ് ലോകത്തിലേക്ക്. അതിന്റെയൊക്കെ കാര്യമൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിൽ പെട്ടെന്ന് ബ്രാക്കറ്റില് പരിശുദ്ധാത്മാവ് യോഹന്നാൻ അപ്പോസ്തലനിലൂടെ വെളിപാട് പുസ്തകം 16-ന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താ? ഞാൻ കള്ളനെ പോലെ വരും. അതായത് ഈ നാളും നാഴികയും പറഞ്ഞുകൊണ്ടാണ് കള്ളൻ വരുന്നത്. ഞാൻ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇത്ര മണിക്ക് ഞാൻ അവിടെ എത്തുന്നതായിരിക്കും. കള്ളൻ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ തന്നിട്ടാണ് എത്തുന്നത്. ഇല്ല, കള്ളനെ പോലെ നിറച്ച് ഒരു പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും. ഒത്തിരി ദിവസം കഥവൊക്കെ അടച്ചിരുന്നു. ഓ, ഇനിയിപ്പോ കള്ളൻ ഇന്ന് ഇവിടെ വരത്തില്ല എന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും കള്ളൻ കയറി വരുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോ കുത്തിയൊന്നും ഇട്ടില്ലെങ്കിലും സാരമില്ല, ഇവിടെ കള്ളന്മാർക്കൊന്നും നോട്ടമില്ല എന്ന് കള്ളൻ നനച്ചിരിക്കാത്ത സമയത്ത് വരും എന്ന് പറയുന്നതല്ല. കർത്താവ് നനച്ചിരിക്കാത്ത സമയത്തായിരിക്കും വരുന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കുവാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ആ ഒരു സത്യത്തിന്റെ ബെൽറ്റിനെ കുറിച്ചൊക്കെ നമ്മുടെ സർവായുധ വർഗത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം ഉടുപ്പൊക്കെ അതങ്ങ് അഴിഞ്ഞു പോകാതെ ആ ഉടുപ്പ് സൂക്ഷിക്കുന്നു. കീപ്സ് ഹിസ് ക്ലോത്ത്. അക്ബറിനെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ഒരു ബ്രൈഡൽ ഗാർമെന്റ്, ബ്രൈഡൽ ഗൗൺ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ബ്രൈഡൽ സാരി ഒക്കെ കൊടുത്ത് മണവാട്ടി ഇവിടെ ഒരുങ്ങി നിൽക്കുക. അവിടെ ഓഡിറ്റോറിയത്തിലോട്ട് പോകണം. പക്ഷെ ഒരു ചെളി നിറഞ്ഞ റോഡ്, കാറൊക്കെ പഞ്ചറായെന്ന് തോന്നുന്നു. എനിക്ക് ചെളി നിറഞ്ഞ റോഡിലൂടെ പോകണമെന്നിരിക്കട്ടെ. ആ ചെളി നിറഞ്ഞ റോഡിലൂടെ എങ്ങനെ കൈ വീശി ഇങ്ങനെ വളരെ കാഷ്വലായിട്ട് അങ്ങനെ ബ്രൈഡ് നടന്നു പോകും. അത് വളരെ ഈ ലോകത്തിന്റെ ചെളിക്കുഴി അവിടെ ഇവിടെ എല്ലാം നമ്മുടെ റോഡാണോ തോടാണോ എന്ന് അറിയാത്ത തരത്തിലുള്ള നമ്മുടെ റോഡുകളാണല്ലോ നമുക്കുള്ളത് പലതും. അപ്പൊ അവിടെ ഈ ചെളിയൊക്കെ നിറഞ്ഞ് റോഡിൽ എങ്ങനെയായിരിക്കും ഈ ബ്രൈഡ് പോകുന്നത്? വളരെ സൂക്ഷിച്ച്. ബാക്കി അതിന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ അവർക്ക് പിന്നെ they can afford to stain some stain the clothes little bit. ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ച് തുണിയൊക്കെ അഴുക്കായാലും കുഴപ്പമില്ല. പക്ഷെ ഇതിപ്പം വീഡിയോയിൽ വരേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് എന്താ, ഈ ബ്രൈഡ് വളരെ ശ്രദ്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാല് ചുവട് വെക്കുമ്പോഴും നോക്കി പറഞ്ഞ് കണ്ട് അങ്ങനെ, അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ തിങ്ങി മറിഞ്ഞടിച്ച് വീണ എങ്ങനെ ഇരിക്കും? പിന്നെ എങ്ങനെ പോയി അവിടെ നിൽക്കാനും ഇപ്പം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സൂക്ഷ്മതയുണ്ട്. നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു, ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കർത്താവ് ഇത് എന്റെ ഇഷ്ടമാണോ ഞാൻ ഇവിടെ ചെയ്യുന്നത്, അതോ കർത്താവ് ഞാൻ അങ്ങയോട് ചോദിച്ച് അങ്ങയുടെ ഇഷ്ടമാണോ ഇവിടെ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ ഈ ലോകത്തിന് കറപെടരുത് എന്നൊക്കെ നമുക്ക് വലിയ 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 കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമ്മുടെ പ്രായോഗികമായുള്ള ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്നു, നമ്മൾ പണം ചെലവഴിക്കുന്നു, നമ്മൾ ആൾക്കാരോട് സംസാരിക്കുന്നു, നമ്മുടെ വീട്ടിൽ നമ്മൾ ഭാര്യയോട് സംസാരിക്കുന്ന വിധം, ഭർത്താവിനോട് സംസാരിക്കുന്ന വിധം, കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിക്കുന്ന വിധം, അപ്പനമ്മമാരോട് നമ്മൾ സംസാരിക്കുന്ന വിധം, അവിടെയൊക്കെ ആ ഒരു കർത്താവെ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണ് ഞാനിവിടെ. അതായത് ലോകത്തിന്റെ കറ, കോപവും പരദൂഷണവും, ആ ഒരു ലോകക്കാരായിട്ടുള്ള ഫ്രണ്ട്സ്, നമ്മൾ ചെറുപ്പക്കാരായിരിക്കുമ്പോൾ ഇപ്പം വലിയവരായിരിക്കുമ്പോഴൊക്കെ ലോകക്കാരായിട്ടുള്ള ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ നമ്മളുടെ ഓഫീസിലോ ഹോസ്പിറ്റലിലോ ലോകത്തിൻ്റെതായിട്ടുള്ള ആൾക്കാര്, ബന്ധുക്കള്, അവരുടെയൊക്കെ ഒരു അഭിപ്രായവും അവരുടെ ഒരു മാന്യത ഇടുന്നതും അവരുടേതായ രീതിയിലുള്ള പരദൂഷണവും പല കാര്യങ്ങളും ഒക്കെയുള്ള ഒരു എന്ന് പറഞ്ഞ ചിലപ്പോൾ നമ്മുടെ അവിശ്വാസികളുടെ ബന്ധുക്കളുടെ കല്യാണത്തിനോ അവിടെ ഏതെങ്കിലും ഒക്കെ ഫംഗ്ഷനൊക്കെ പോകേണ്ടി വരുന്നു. അവരുടെ ആ ഒരു വാല്യൂ സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ടൊക്കെ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ലോകക്കാരുടെ ഒരു ഫംഗ്ഷനൊക്കെ പോയിട്ട് വരുമ്പോൾ പിന്നെ
കുറച്ച് ദൈവഭാഗം വരുമ്പോ ഒരു അയ്യോ ദൈവമേ ഞാൻ അങ്ങനെ അകന്നു പോയോ എന്നൊക്കെ ഒരു പക്ഷെ ഇപ്പം ദൈവം സഹായിച്ച് ദൈവം ചെയ്ത ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ കുറച്ചുകൂടി ഒരു സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനെ പോയി വരുമ്പോഴും അവര് കർത്താവിന്റെ അയച്ച കർത്താവിന് കുറച്ചുകൂടെ നമ്മളൊന്ന് കർത്താവിനോട് കുറച്ചുകൂടെ ഒന്ന് ശക്തരായതുകൊണ്ട് ഇങ്ങനെ ആ ഒരു ലോകത്തിന്റെ ഇൻഫ്ലുവൻസ് ഒന്നും ബാധിക്കാതെ വേണം കാര്യങ്ങള് നമ്മള് ഇപ്പൊ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയിട്ട് വരുന്നു അപ്പൊ ശരിയാണ് ബാക്കി പലരും നമ്മൾ കാണുന്നതൊക്കെ അപ്പൊ എന്നാ കുറച്ചുകൂടെ ആ ഒരു യുനോ ദൈവഭാഗ്യ ഒരു കർത്താവിന്റെ സാന്നിധ്യത്തിൽ തന്നെ പോയിട്ട് വരാനൊക്കെ കർത്താവ് കൂടുതലായിട്ട് സഹായിക്കുന്നതായിട്ട് ഞാനിങ്ങനെ ദൈവത്തിന്റെ കരുണയായിട്ട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ ആ ഒരു അതുപോലെ ഒരു നമ്മളിപ്പം പലരോടൊക്കെ ഇടപെടുന്നു. നമ്മൾ ജോലി സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോകുന്നു, ബന്ധുക്കളോട് സംസാരിക്കുന്നു, പലരെയും ഫോൺ വിളിച്ച് സംസാരിക്കുന്നു. അപ്പം അല്ലെങ്കിൽ തന്നെ നമ്മുടെ ചിന്താമണ്ഡലത്തിലെ പലതരത്തിലുള്ള ആകുല ചിന്തകളും കാര്യങ്ങളും ഒക്കെ കയറി വരുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള ഒരു ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു കറ നമ്മളിലേക്ക് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അത് ദൈവഭാഗ്യ കഥാവേ ആ ബ്രൈഡിന്റെ ഒരു സൂക്ഷ്മത ഓരോ ചുവടെടുത്ത് വെക്കുമ്പോഴും ഞാൻ എവിടെ ചെടിയിലോട്ടാണോ കാലെടുത്ത് വെക്കുന്നേ, ഇവിടെ മറിഞ്ഞിടിച്ച് വീഴുവോ തെറ്റുവോ, ചിലപ്പോ ആ ബ്രൈഡ് മറ്റാൾക്കാരുടെ സഹായം കൂടെ എന്നെ ഒന്ന് പിടിക്കണേ, കൈ ഒന്ന് പിടിച്ചു തരണേ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കാലെടുത്ത് വെക്കുന്ന ഇവിടെ സേഫ് ആണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ ഇവിടെ ചെടി ഉണ്ടെന്ന് തോന്നുന്നു, ഇന്നത് പിടിക്കണം എന്ന് പറഞ്ഞ് മറ്റൊരാൾക്കാരുടെ അതായത് നമ്മുടെ കൂട്ട സഹോദരങ്ങളുടെ സഹായമൊക്കെ നമുക്ക് ചിലപ്പോൾ വേണ്ടി വരും ഈ ലോകത്തിന്റെ കറപെടാതെ നടക്കാനായിട്ട്. അതായത് ഈ ലോക വ്യവസ്ഥയോട് നമ്മൾ മരിച്ചവരായിട്ട് ആയിരിക്കുന്ന ഒരവസ്ഥ. ഞാന് എനിക്ക് പ്രശംസിക്കാനായിട്ട് ഒന്നുമില്ല. പൗലോസിന് വേണമെന്ന് വെച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രശംസിക്കാമായിരുന്നു. ഞാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വലിയ വെളിപാടുകളൊക്കെ കിട്ടിയ ആളാണ് ഞാൻ, ഇത്ര തിരുവെഴുത്തുകളൊക്കെ ദൈവം എന്നെ എഴുതാൻ ഉപയോഗിച്ചു, മരിച്ചവരെ ഇത്ര പേരെ ഉയർപ്പിച്ചു, ഇത്ര പേരെ സ്ഥാനപ്പെടുത്തി, ഇത്ര ദൈവവചന പ്രസംഗങ്ങൾ ഞാൻ പ്രസംഗിച്ചു, ഇത്ര അത്ഭുത രോഗശാന്തികളൊക്കെ എന്റെ കയ്യാൽ നടന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പൗലോസിനെ പറയാമായിരുന്നു. പക്ഷെ പൗലോസ് എന്താ പറയുന്നത്? ഗലാത്യർ 6-ാം അവസാനം എന്താ പറയുന്നത്? ഒരു 14-ാമത്തെ വാക്യമുണ്ട് ഈ ലോക വ്യവസ്ഥയോടനുബന്ധിച്ച് സംബന്ധിച്ച് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ ഒരു ക്രൂസിന്റെ കാര്യമാണ് പറയുന്നത്. അതെ, ആ ഇടവരെ അതെ, അതായത് എനിക്ക് പ്രശംസിക്കാനായിട്ട് ഒന്നുമില്ല, ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു, കാര്യങ്ങൾ എന്നുള്ളതൊന്നും ഇല്ല. കർത്താവിന്റെ ക്രൂസിലല്ലാതെ എനിക്ക് പ്രശംസിക്കാൻ ഇടവരരുത്. കർത്താവിന്റെ ക്രൂസിലാണ് കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചത്. ആ ക്രൂസിൽ തന്നെയാണ് ഞാനും കർത്താവിനായിട്ട് ഈ ലോകം സംബന്ധിച്ച് മരിക്കുന്നത്. കർത്താവ് ക്രൂസില് മരിച്ചു, എനിക്കായിട്ട് മരിച്ചു. അതുകൊണ്ട് ഞാൻ വീണ്ടെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാ? ഞാൻ ഈ കർത്താവിന്റെ ക്രൂസിൽ ഞാനും കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഗലാത്യർ 2-ന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. പൗലോസിന്റെ ആ ആറ്റിറ്റ്യൂഡ്, ലോകത്തോടുള്ള ഒരു മനോഭാവം അങ്ങനെ ഒരു വേർപാട് എന്നുള്ളൊരു വാക്ക് നമ്മൾ കേട്ടു. ശരിയാ, ലോകത്തിൻ്റെതായ മനുഷ്യമാനം, ജഡിക സുഖങ്ങള്, പണം, പ്രതാപം, അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ, മണി, ഓണ പ്ലഷേഴ്സ്, ലോകത്തിന്റെ വലിയ വലിയ കണ്ണഞ്ചിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുമ്പാകെ നമ്മളെ മയക്കാനായിട്ട് പിശാച് വരെ സർവ്വലോകത്തെയും കാണിച്ച് യേശുവിനെ പ്രലോഭിപ്പിക്കാൻ നോക്കി. സ്വർഗം വിട്ടിറങ്ങി വന്നതിനെ ഭൂമി കാണിച്ച് പ്രലോഭിപ്പിക്കാൻ നോക്കി മണ്ടനായ പിശാച്. സ്വർഗം വിട്ടിറങ്ങി വന്ന കർത്താവിനെ ഭൂമി കാണിച്ച പിശാച് പ്രലോഭിപ്പിക്കുന്നത്. എന്നാൽ കർത്താവിനെ പ്രലോഭിപ്പിക്കാൻ അവൻ ശ്രമിച്ചു നമ്മളെ എത്രയധികം പ്രലോഭിപ്പിക്കാനായിട്ട് ഈ ലോകത്തിന്റെ വലിയ വലിയ കാര്യങ്ങളെ കാണിച്ച് പ്രലോഭിപ്പിക്കാനായിട്ട് അവൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ? എനിക്ക് പ്രശംസിക്കാനായിട്ട് ഒന്നേ ഉള്ളൂ, ക്രിസ്തുവിന്റെ ക്രൂശ. ആ ക്രൂശിൽ എന്താ? അവനാല് എനിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരുത്. അവനാൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ ബൈ ത്രൂ വിച്ച് എന്ന് വെച്ചാൽ ആ ക്രൂശിനാല് ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ട ഒന്നുപോലെയാണ്. ചില ക്രൂശി കിടക്കുന്ന ഒരു ക്രിമിനൽ കുറ്റവാളി എന്ന് പറഞ്ഞാൽ ആർക്കും നോക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. അത്രമാത്രം നിന്ദ്യനായിട്ടുള്ള ഒരു മനുഷ്യനാ ക്രൂശ്. അപ്പൊ ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ലോകത്ത് സംബന്ധിച്ചോളം ഈ പണം, മനുഷ്യമാനം, ജടിക സുഖങ്ങള്, അതിൻ്റെതായ മയക്കങ്ങൾ, കാര്യങ്ങള്, അതിന്റെ ഒരു കാര്യത്തിൽ എനിക്കൊരു അട്രാക്ഷൻ ഇല്ല. വേൾഡ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് അട്രാക്ഷൻ ഫോർ മീ. അതാ, ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ലോകക്കാർ എന്നെ നോക്കുമ്പോഴൊരു ഒരു ക്രൂശിക്കപ്പെട്ടവനെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങള്, പണം, ശരിയാണ്, നമുക്ക് ഏറ്റവും കർത്താവിന്റെ ഹിതത്തിൽ നമ്മൾ ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്നതിന് മാക്സിമം നമ്മൾ ഏൺ ചെയ്യണം. കർത്താവിന്റെ ഹിതത്തിൽ നമുക്കായി കുടുംബത്തിനായിട്ടും മക്കൾക്കായിട്ടും ഒക്കെ കരുതണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഉറുമ്പിനെ കണ്ട് ബുദ്ധി പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പണം അതെല്ലാം സമ്പാദിക്കണം, എല്ലാം വേണം. പക്ഷെ പണസ്നേഹം ഇല്ലാതെ പിന്നെന്താ, ജടിക സുഖങ്ങള്, അതായത്
ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള പിന്നെ ഭക്ഷണമാവട്ടെ ഉറക്കമാവട്ടെ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയൊക്കെ കവിഞ്ഞു പോകുന്ന പലതരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ വരും കർത്താവെ. അവിടെയും ഞാൻ എന്റെ ഇഷ്ടത്തെ അവിടെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. പിന്നെ മനുഷ്യമാനം, അതാ ഏറ്റവും താഴ്വേരായിട്ടുള്ള ഏറ്റവും വലിയ റൂട്ട് ലോകത്തിന്റെ. അപ്പൊ അവിടെ കർത്താവെ ഞാൻ ഇവിടെ ക്രൂസിൽ എന്നെ തന്നെ അങ്ങ് ഏൽപ്പിക്കുന്നു. ഞാൻ എന്നെ തന്നെ ഒരു പൂജ്യമായിട്ട് ഒരു പൂജ്യമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. ഈ ലോകത്തിന് ഞാനൊരു മരിച്ചവനെ പോലെ ആവട്ടെ. ഞാൻ ഈ ലോകം സംബന്ധിച്ച് കർത്താവെ ഞാനങ്ങ് മരിക്കുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞപ്പം ഐ ആം ഡെഡ് ആൻഡ് ഗോൺ, ആ ഒരു പദപ്രയോഗം കുറച്ച് നാളായിട്ട് എന്റെ ഹൃദയത്തിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരും. ഞാൻ അസിഫ് ഐ ആം ഡെഡ് ആൻഡ് ഗോൺ, ഞാനിപ്പോ അങ്ങ് മരിച്ചു. ഞാൻ മുമ്പേ ആ ഉദാഹരണം പറഞ്ഞ കാര്യമാണ്. പെട്ടെന്ന് ഞാൻ മരിച്ചു. പെട്ടെന്ന് എല്ലാവരും ഫ്യൂണറൽ സെറമണി നടത്തുന്നു. ഫ്യൂണറൽ സെറമണിയിൽ എല്ലാവരും എന്നെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ഞാൻ അവിടെ ഇരുന്നിട്ട് ഓ താങ്ക് യു ബ്രദർ, താങ്ക് യു സിസ്റ്റർ, ഓ എത്ര നല്ല കാര്യമാണ് എന്നെ കുറിച്ച് പറഞ്ഞത് എന്ന് ഞാൻ അവിടെ ഇരുന്നിട്ട് പറയും. ഞാൻ അവിടെ സ്വർഗത്തിൽ ഇനിയിപ്പോ ആരെങ്കിലും എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാലും ചീത്തത് പറഞ്ഞാലും അവിടെ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ അവിടെ സന്തോഷമായിട്ടിരിക്കുകയാണ് വെച്ചാൽ ഐ എം ഡെഡ് ആൻഡ് ഗോൺ, ഞാൻ ഈ ലോകത്തിന് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ, ലോകത്തിന്റെ മനുഷ്യമായ കാര്യങ്ങളൊക്കെ ഞാൻ ഐ എം ദ കോഫിൻ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. കർത്താവ് അതുപോലെ എനിക്ക് മരിക്കണം. അത് പരിശുദ്ധാത്മാവിനാലേ ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ, ഈ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ ഒക്കെ ഉള്ളൂ എന്നാണ് റോമർ 8:13 നമ്മൾ വായിക്കുന്നത്. അങ്ങനെ നമ്മൾ മരണത്തിന് ഏൽപ്പിക്കുമ്പോൾ, നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി മരണത്തിന് ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ആ ജഡത്തില്, നമ്മുടെ സ്വയത്തിൽ ഒരു മരണം, ഈ ലോകത്തിന്റെ അട്രാക്ഷനിൽ ഒരു മരണം കൊണ്ടുവരും. അവിടെ അതിനോട് കൂടെ എന്തും കൂടെ ഉണ്ട്, ഒരു പുനരുദ്ധാനത്തിന് ജീവനും കൂടെ ഉണ്ട്. ആ പുനരുദ്ധാനത്തിന് ജീവന്റെ നമ്മൾ യേശുവിനെ അറിയുന്ന, ആ യേശുവിനെ അറിയുന്നതിലൂടെ ആ ലോകം വിട്ടോടിയെന്ന് നമ്മൾ ഇവിടെ 2 പത്രോസ് 2:20 വാക്യത്തിലല്ലേ നമ്മൾ വായിച്ചു അല്ലേ? 2 പത്രോസ് 2 അവസാനം നമ്മൾ വായിച്ചു 20 വാക്യത്തിലാണ് കർത്താവിനെ അറിയുന്നതിലൂടെ, യേശുവിനെ അറിയുന്നതിലൂടെ ഈ ലോകമോഹങ്ങളെ വിട്ടോടിയവർ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ നമ്മളെ മരിച്ച് പുനരുദ്ധാന ശക്തിയിൽ ആത്മമണവാളനായിട്ട് കർത്താവിനെ എല്ലാമായിട്ട് അറിയുന്നതിലൂടെ നമുക്ക് ഈ ലോകത്തെ അങ്ങ് വിട്ടുകൂടി പോകാനായിട്ട് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. അത് നമുക്ക് ഇതൊരു തിയറിയായിട്ട് നിൽക്കാതെ കർത്താവെ, ഞാൻ എന്നെ തന്നെ മരണത്തിനായിട്ട് ഏൽപ്പിച്ചു തരുന്നു, അൾത്താരയിൽ ഞാൻ വെക്കുന്നു എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളും എൻ്റെതായിട്ടുള്ള പ്രതീക്ഷകളും എക്സ്പെക്ടേഷൻസും ഡിമാൻഡ്സും, എൻ്റെ പ്രതീക്ഷകൾ, എൻ്റെ ആവശ്യങ്ങൾ, ബാക്കിയുള്ളവർ എന്നോട് ഇങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ അതെല്ലാം കർത്താവ് ഞാനങ്ങ് മരിക്കട്ടെ, ഐ എം ഡെഡ് ആൻഡ് ഗോൺ, ഞാൻ മരിച്ച് മൺമറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരുവാൻ, പൂർണ്ണമായിട്ട് എപ്പോഴും അങ്ങനെ ആയിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് നമ്മെ തന്നെ ഒരു പൂജ്യമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കാം. പരിശുദ്ധാത്മ നമ്മളിൽ വന്ന് നിറഞ്ഞ് ഈ ആത്മമണവാളിനെ അറിയുവാൻ, യേശുവിനെ അറിയുവാൻ, അതിലൂടെ ഈ ലോകത്തിൽ നിന്ന് വിട്ടോടുവാനൊക്കെ കർത്താവ് നമ്മളെ ഒരു ജീവനായിട്ട്, വെളിപ്പാടായിട്ട്, അനുഭവമായിട്ട്, അനുസരണമായിട്ട് നമ്മുടെ ജീവിതത്തിലായി തീർക്കുകയും നമ്മളെ സഹായിക്കും.